ഹലോ ഈസ് നമ്മുടെ ഒരു സെന്നുണ്ട്. അത് 99 മോഡൽ വണ്ടിയാണ്. ഒരു 8 വർഷം മുന്നേ ഞാൻ വാങ്ങിച്ച വണ്ടിയാണ്. അപ്പോൾ ഈ സെന്നെന്ന് പറഞ്ഞാൽ എനിക്ക് ഡ്രൈവിങ്ങിൻ്റെ ഒരു ഫീലെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഫീലാണ്. അത് സെന്ന് ഉപയോഗിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. എന്തൊക്കെ ഇതിന് വലിയ മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ വീട്ടിൽ തന്നെ പണിയെടുക്കുന്നത്, പെയിൻറ്റിങ്ങിന് വർക്ക് ചെയ്യുന്ന അല്ലേട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. ഈ തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടിക്ക്. 8 വർഷം മുന്നേ നമ്മൾ നല്ല രീതിക്ക് നോക്കിയെടുത്താണ്. അപ്പോൾ ഏതൊക്കെയായാലും ഈ വണ്ടിയെ കൊണ്ട് കുറച്ച് പഴക്കമുണ്ടെന്നേ ഉള്ളൂ വണ്ടിക്ക്. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടി. അതുകൊണ്ട് പണിതിട്ടേക്കാന്ന് വെച്ചു. നമ്മളിപ്പോൾ വേറൊരു വണ്ടി എടുക്കണമെന്ന് വെച്ചാലും പുതിയ വണ്ടിയൊക്കെ മാറണമെന്ന് വെച്ചാലും വെറുതെ ആവശ്യമില്ല CC ഒക്കെ എടുക്കണം. അപ്പോൾ ഈ സൈഡിലത്തെ ഡോറിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ഡോറ് മാറണം, നമുക്ക് ഉണ്ട് പോയിരിക്കണം. ഡോറ് വേറെ ഈ വണ്ടി ഇതുപോലെ വണ്ടിയുടെ നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പാർട്സുകൾ കിട്ടാൻ ഈ വണ്ടി ഉള്ളവരൊന്നും ഈ വണ്ടി കൊടുക്കത്തില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഡോറൊക്കെ കിട്ടാൻ വലിയ പാടാണ്. അതുകൊണ്ട് നമ്മൾ റീടെസ്റ്റ് മുന്നേ ഇത് എടുക്കുന്നത് കേട്ടോ, ഈ വീഡിയോ എടുക്കുന്നത്. റീടെസ്റ്റിൻ്റെ വീഡിയോകളൊന്നും എടുക്കാൻ പറ്റിയില്ല, പെയിൻറ്റിങ്ങിന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ വണ്ടി നമ്മൾ എഞ്ചിൻ പണിയുമാണ്. റീടെസ്റ്റ് കഴിഞ്ഞ ഉടനെ എഞ്ചിൻ ചെറിയ സൗണ്ട് പോകുന്നു, എഞ്ചിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം ഇതിനകത്ത് വേറെ ഡ്രൈവിംഗ് ടിപ്സോ കാര്യങ്ങളോ ഒന്നും അല്ല. വണ്ടിയുടെ എഞ്ചിൻ 4 സിലിണ്ടർ എഞ്ചിനാണ്. പിന്നെ എഞ്ചിൻ പണിയുന്ന കാര്യങ്ങൾ മൊത്തമാണ് കാണിക്കുന്നത്. പിന്നെ ഈ വർക്ക്ഷോപ്പിലെ വീഡിയോകളും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ കോട്ടയത്ത് കൊടുത്താണ് എഞ്ചിൻ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നത്. നല്ല രീതിക്കാണ് എഞ്ചിൻ പണിത്. കാർബറേറ്റർ വണ്ടിയാണ്. അപ്പം ഏതെങ്കിലും തരത്തിലൊക്കെ നിങ്ങൾക്ക് വണ്ടിയുള്ളവർക്കൊക്കെ ചെറിയ ഉപകാരങ്ങളും അല്ല കുറച്ച് അറിവുകളൊക്കെ കിട്ടും. അപ്പം വീഡിയോ അങ്ങനെയുള്ളവരൊക്കെ കാണുക കേട്ടോ. ഓക്കെ. ഹലോ ഗൈസ്, നമ്മുടെ സെന്നിൻ്റെ എഞ്ചിന് ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ക്രാങ്കിന് ചെറിയ അടിപ്പുണ്ടായിരുന്നു. അത് എഞ്ചിൻ പടന്നേക്കാന്ന് വെച്ചു, അല്ലെങ്കിൽ വഴി കിടക്കും. അതുകൊണ്ട് കുറേ കാലമായിട്ട് ഇങ്ങനെ ക്രാങ്കിന് ചെറിയ അടിപ്പ് ഉണ്ടായിരുന്നു. അടിപ്പ് കൂടി വന്നപ്പോഴത്തേനും നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടു, ഷിൻഡോ ചേട്ടൻ്റെ വർക്ക്ഷോപ്പിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം എഞ്ചിനെല്ലാം അഴിച്ചിട്ടേക്കുവാണ്. അപ്പം എഞ്ചിൻ്റെ പണികളൊക്കെ ഏകദേശം ഫിനിഷിംഗ് ആയിട്ട് വരുന്നു. എഞ്ചിൻ അഴിച്ചപ്പുറേ ഇരിപ്പുണ്ട്, കാണിക്കാം. എഞ്ചിൻ നമ്മൾ കോട്ടയത്ത് കൊടുത്താണ് സെറ്റ് ചെയ്തത്. അപ്പം ഇതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അഴിച്ച് ക്രാങ്കിൻ്റെ ബെയറിംഗ് ഒക്കെ മാറാൻ നോക്കുമ്പോൾ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ക്രാങ്ക് കട്ട് ചെയ്തിട്ട് അതിൻ്റെ പിസ്റ്റൺ, അതുപോലെ തന്നെ സ്ലീവ്, റിങ്സ് ഇതെല്ലാം മാറി, ബെയറിങ്ങെല്ലാം മാറിയിട്ടുണ്ട്. നല്ല കറക്റ്റായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇത് കോട്ടയത്ത് യൂണിറ്റി എൻജിൻ റീബിൽഡേഴ്സിനാണ് ഇത് ചെയ്തിരിക്കുന്നത്. അവർ നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടുന്ന് വണ്ടിയെ കയറ്റി പാർസൽ ചെയ്ത് വിട്ടപ്പോൾ അവർ നല്ല രീതിക്ക് എൻജിൻ വർക്കുകളെല്ലാം കഴിഞ്ഞ് കൃത്യമായിട്ട് തിരിച്ച് ഇവിടെ നമുക്ക് എത്തിച്ചിട്ടുണ്ട്. കണ്ടാൽ തന്നെ നല്ല വൃത്തിക്കാണ് ചെയ്തിരിക്കുന്നത്. നല്ല പാക്കിങ്ങിന് ഓയിലൊക്കെ ഇട്ടാണ് പാക്ക് ചെയ്തത്. അപ്പം ഇനിയിപ്പം കുറച്ച് ഓയിൽ കണ്ടൻ്റൊക്കെ ഉണ്ട്. അപ്പം ഇപ്പം മഴയുള്ളൊരു സമയമായതുകൊണ്ടേ ഇതെല്ലാം ഫിറ്റ് ചെയ്യാൻ നേരത്തെ അത് ഈ പാക്കിംഗ് എല്ലാം പൊട്ടിക്കത്തുള്ളേ. പിന്നെ ഹെഡ് നമ്മൾ കൊടുത്തില്ല. ഹെഡ് ഇവിടെ തന്നെ ഷിൻഡോ ചേട്ടൻ്റെ വർക്ക്ഷോപ്പിൽ തന്നെ ചെയ്തിരിക്കുകയാണ്. എൻ്റെ വാൽവെല്ലാം കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ഹെഡിന് വലിയ കൂടുതൽ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ വാൽവുകളൊക്കെ സീറ്റ് ആക്കിയിട്ടുണ്ട് പുള്ളി തന്നെ. അപ്പോൾ നമ്മുടെ ഹെഡ് ഇതാണ് കേട്ടോ. 4 സിലിണ്ടറിൻ്റെ എഞ്ചിനാണല്ലോ. അപ്പോൾ 8 വാൽവാണ് ഇതിന് വരുന്നത്. 4 ഇൻലെറ്റും 4 എക്സോസ്റ്റും. അപ്പോൾ നമ്മൾ ഈ സെന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സിലിണ്ടറുള്ള വണ്ടിയാണ്. അതുകൊണ്ട് ഓടിക്കാനൊക്കെ ഭയങ്കര ഫീലാണ്. ആൾക്കാർ ഇത് കാണുമ്പം പറയും ഇവന് ഭ്രാന്താണ്, ഇത്രയും പഴയ വണ്ടിയിൽ ഇത്രയും രൂപ മുടക്കി പണിയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അതിൽ ഒരു നമുക്ക് ഈ വണ്ടിയുള്ളതൊരു ഭയങ്കര ഇഷ്ടം കൊണ്ടാണ് ഇതുപോലെ പണിയുന്നത്. നിങ്ങൾ കഴിഞ്ഞ ടെസ്റ്റിങ്ങിന്, അതുപോലെ പെയിൻറ്റിങ്ങിന് വർക്കും, അതുപോലെ പേപ്പറൊക്കെ എടുത്തതും എല്ലാം നല്ല പൈസ മുടക്കം ആയിട്ടുണ്ട് ഇതിനിപ്പം. പക്ഷേ എന്നാലും നമ്മളത് നോക്കുന്നത്, നമുക്ക് ആ വണ്ടിയോടുള്ള ഇഷ്ടം കൊണ്ട്, ഇത് ഓടിക്കാനുള്ളൊരു ഫീൽ കൊണ്ടൊക്കെയാണ് ഇതുപോലെ പണിതിടുന്നത്. സെന്നൊക്കെ ഉള്ളവർക്ക് അറിയാം ആ ഒരു വണ്ടിയുടെ കാര്യങ്ങൾ. അപ്പോൾ ചേട്ടാ, നമുക്ക് ഇതിൻ്റെ ഹെഡ് സീറ്റ് ചെയ്തതിൻ്റെ കാര്യങ്ങൾ, കോട്ടയത്ത് കൊണ്ടാകാതെ ഈ സീറ്റ് ചെയ്ത കാര്യങ്ങൾ. ഇത് ശരിക്കും പറഞ്ഞാൽ സാധാരണ നമ്മൾ ഈ വാൽവ് സീറ്റ് ചെയ്യുന്നത് ഇത് വെച്ചിങ്ങനെ വാക്കം കൊടുത്തിട്ട് ഇങ്ങനെ കൈകൊണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ അത് നമുക്ക് താമസം എടുക്കും. ഒരു വാൽവ് ചെയ്യാൻ ഒരു 2 മണിക്കൂർ, 2.5 മണിക്കൂർ, ചിലപ്പോൾ 3 മണിക്കൂർ വരെയൊക്കെ എടുക്കും, സമയം എടുക്കും. അതുകൊണ്ട് നമ്മൾ പ്രശ്നം ഡ്രില്ല് വെച്ചാണ് ചെയ്തത്. ഡ്രില്ല് ഈ വാൽവിൻ്റെ തുമ്പ കൊടുത്തിട്ട് ഡ്രില്ല് വാൽവിൻ്റെ ഈ തുമ്പ കൊടുത്തിട്ട് നമ്മൾ ഡ്രില്ല് വെച്ച് റൊട്ടേറ്റ് ചെയ്താണ് നമ്മൾ ചെറിയ വെള്ളം പ്രസ് ചെയ്തിട്ട് ഡ്രില്ല് വെച്ചാണ് ചെയ്തത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഗ്രൈൻഡിങ് പേസ്റ്റ്. വാൽവ് സീറ്റാണ്, ഗ്രൈൻഡിങ് പേസ്റ്റ് ഇതാണ്. ഇത് റഫാണ്. ഇത് കുറച്ച് തരി കൂടുതലുണ്ട്. ഫസ്റ്റ് അപ്പോൾ ആദ്യം ഇടും. ആദ്യം നമ്മൾ റഫ് ഇട്ട് നമ്മളൊരു ഇപ്പം ഡ്രില്ല് ചെയ്യുകയാണെങ്കിൽ ഒരു 15-20 മിനിറ്റ് ചെയ്യുമ്പോൾ ഒരു വാൽവ്, ഈ വാൽവിൻ്റെ സീറ്റയിലും ഈ വാൽവിൻ്റെ ഇത് 2 വാൽവ്, ഒരെണ്ണം ഇൻലെറ്റ് വാൽവ്, ഇത് ഇൻലെറ്റ് വാൽവ്, ഇത് എക്സോസ്റ്റ് വാൽവ്. ഈ ഇൻലെറ്റ് പെട്ടെന്നാവും. ഇൻലെറ്റ് വേറെ പ്രശ്നമൊന്നും വരുന്നില്ല. ഇൻലെറ്റ് പെട്ടെന്ന് നമുക്ക് സീറ്റ് ചെയ്യാൻ പറ്റും. ഈ എക്സോസ്റ്റ് സീറ്റ് ചെയ്യാൻ ഇച്ചിരി ചടങ്ങാണ്. കാരണം വെച്ചാൽ ഇതിൽ ഈ എക്സോസ്റ്റിനകത്താണ് ഈ പുക പുറത്ത് പോകുന്നത്. ഈ പുറത്തോട്ട് പോകുന്ന പുകയുടെ കരി ഇതിൻ്റെ എഡ്ജിൽ ചെറുതായിട്ട് പിടിച്ചിരിക്കും. അപ്പോൾ അതൊന്ന് സീറ്റ് ചെയ്ത് പറഞ്ഞെങ്കിൽ കുറച്ച് താമസം എടുക്കും. ഇൻലെറ്റ് കുറച്ച് ക്ലീൻ ആയിരിക്കും. അപ്പോൾ അറിയാൻ മേലാത്തവർക്ക് കൊണ്ട് ഇതാണ് ഫ്യൂലും
എയറും കൂടെ മിക്സ് കയറുന്ന വാൽവ് ഇതാണ് കേട്ടോ. എയർ ഫിൽ മിക്സർ കയറുന്ന വാൽവ് ഇതാണ് പ്ലഗ്. അതായത് ബൈക്കിൻ്റെ ഒക്കെ ഏകദേശം ഇതുപോലെ തന്നെ ആണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ. ബൈക്കിന് സിംഗിൾ സിലിണ്ടറും ഇത് 4 സിലിണ്ടറുമാണ്. മാരുതി 800-ആണെങ്കിൽ 3 സിലിണ്ടർ, ഇത് 3 ഓൾട്ടോയ്ക്കൊക്കെ ആണെങ്കിൽ 3 ഉള്ളൂ. ഇത് എത്ര 3 ഉള്ളൂ. സെൻ ആയതുകൊണ്ട് 4 ആണ് ഈ വണ്ടിക്ക് ഇത്രയും പവർ, എഞ്ചിൻ പവർ വരാൻ കാരണം. പറഞ്ഞേട്ടാ. പിന്നെ ഇത് നമ്മൾ സീറ്റ് ചെയ്യുമ്പം ഈ വാൽവിൻ്റെ ഗൈഡുണ്ട്. ആ ഗൈഡിലും ഈ ഇതിൻ്റെ ഹെഡിലെ സീറ്റുണ്ട്. വാൽവ് സീറ്റാണെന്നൊരു ഭാഗമുണ്ട്, ടേപ്പർ ആയിട്ട് ഭാഗം. അതിപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടാണ്, സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് വരുന്നത് നമുക്കിത് കറക്റ്റായിട്ട് കാണിക്കാമല്ലോ. ഈ രണ്ടിടത്തും ഒരു സിൽവർ ലൈൻ വരും ഇങ്ങനെ റൗണ്ടിൽ, രണ്ടത്തിൽ ഒരുപോലെ വരും. വാൽവേലും വരും, അതിൻ്റെ സീറ്റിലും വരും. ഈ റഫിട്ട് പിടിച്ച് ചെയ്യും. റഫിട്ട് ഗ്രൈൻഡ് ചെയ്ത് കുറേ കഴിയുമ്പോൾ സിൽവർ ലൈൻ വരുന്നതാണ് അത് ഫിനിഷ് ആയി എന്നുള്ളതിൻ്റെ തെളിവ്. അത് കഴിഞ്ഞ് നമ്മൾ ആ റഫ് തുടച്ചു കളയും. അത് കഴിഞ്ഞിട്ട് ഫൈൻ കണ്ടത്, ഇതാണ് ഫൈൻ. ഇത് ഫൈൻ വളരെ നൈസ് പേസ്റ്റാണിത്. ഇത് നൈസ് പേസ്റ്റാണ്. ഇതുണ്ടോ, ചെറിയ പേസ്റ്റ്. ചെറിയ വളരെ നൈസാണ്. നമ്മൾ സാൻഡ് പേപ്പർ കെട്ടി പിടിക്കുന്ന ഒരു പ്രോസസ്. അതുണ്ട്. സാൻഡ് പേപ്പർ ഇട്ട് പിടിക്കാൻ പറ്റില്ല. സാൻഡ് പേപ്പർ ഇട്ട് പിടിക്കുന്ന പ്രശ്നമോ. ഇതിപ്പോൾ ഈ പേസ്റ്റ് ഇട്ട് നമ്മൾ വാൽവ് കൊണ്ട് തന്നെയാണ് സീറ്റ് ആക്കുന്നത്. ഏത് സിലിണ്ടറിൻ്റെ വാൽവാണോ ആ വാൽവ് കൊണ്ട് തന്നെ നമുക്ക് സീറ്റ് ആക്കാം. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് ഇത് സീറ്റാക്കിയിട്ട് ഇത് ഇട്ടിട്ട് കാര്യമില്ല. ഏത് വാൽവാണോ ഇവിടെ ഇടുന്നത് ആ വാൽവ് കൊണ്ട് തന്നെ സീറ്റ് ആക്കും. ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി നമ്മൾ അത് പറയാം. പിന്നെ വാൽവിൻ്റെ വേറെ കേസുണ്ട്. നമ്മളിത് ഗ്രൈൻഡിങ് പേസ്റ്റ് ഇടുമ്പോൾ ഒരിക്കലും വാൽവിൻ്റെ സ്റ്റെമ്മേൽ ഇത് കൊള്ളാൻ പാടില്ല. സ്റ്റെമ്മേൽ ഈ സാധനം അല്പം തരി പോലും പറ്റാൻ പാടില്ല. കാരണം ഇത് തരി പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഓയിൽ സീൽ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ സ്റ്റെമ്മിന് തേയ്മാനം വന്നാൽ അതിനകത്ത് ഓയിൽ ഇതിനകത്ത് ഇറങ്ങും. ആ പ്രശ്നമുണ്ട്. സ്റ്റെമ്മേൽ ഒരു തരി പോലും വരാൻ പാടില്ലെന്നാണ്. വർക്ക് ഫെയിലായി പോകും. പിന്നെ ഇതാണ് അതിൻ്റെ ക്യാം ഷാഫ്റ്റ് കേട്ടോ. ഇതിനകത്തോടെ ഇങ്ങനെ വരും കേട്ടോ. ഇതിലിങ്ങനെ നമ്മൾ കയറ്റിയിട്ടാണ് ഈ ഓവൽ ഷേപ്പിലുള്ള ക്യാമുകളാണ് ഈ വാൽവിനെ വർക്കാക്കുന്നത്, ഈ റോക്രാമിനെ വർക്കാക്കുന്നുണ്ടോ. ഇതിങ്ങനെ കറങ്ങി വരുമ്പോൾ ഇത് ഈ മുഴപ്പുള്ള ഭാഗം റോക്രാം ഇങ്ങനെ തള്ളും. റോക്രാം ഇതിൽ ഈ ഹോളിൽ കൂടെയാണ് ഈ റോക്രാം ഷാഫ്റ്റ് വരുന്നത്. ഈ ഷാഫ്റ്റിലാണ് റോക്രാം വരുന്നത്. ഇത് മാറിപ്പോയിരിക്കാൻ വേണ്ടിയിട്ടോ അഴിക്കാൻ വെച്ചത്. ഓരോന്നും അതിൻ്റെതായിട്ടാണ്. കാരണം ഇതിൻ്റെയൊക്കെ തേയ്മാനം, ഇതിൻ്റെ തേയ്മാനം എല്ലാം സെയിം ഉള്ള ഇടുവാണെങ്കിൽ, ആ വിയറിങ് സെയിം ഉള്ള ഇടുവാണെങ്കിൽ വേറെ അടിപ്പോ കാര്യങ്ങളൊന്നും വരാതിരിക്കും. അതിനാണ് മാറ്റാതെ വെച്ചത്. പിന്നെ ഇതാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതിങ്ങനെ ഓരോന്ന് കറങ്ങി വരുമ്പോൾ ഇതാണ് ഓരോ വാൽവിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ടൈമിങ്. ഇതിൻ്റെ ഷേപ്പാണ് കണ്ടോ. ഓരോ വാൽവ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഓരോ ടൈമിങ്ങിൽ ഉണ്ടാക്കിയ സാധനം, മോൾഡ് ചെയ്ത സാധനം. ഇതാണ് ഇതിൻ്റെ എക്സോസ് ഇൻലെറ്റിൻ്റെ. ഇതാണ് ഇൻലെറ്റിൻ്റെ ഈ സൈഡ്. ഇതാണ് എക്സോസിൻ്റെ ഈ സൈഡ്. അത് മാറിപ്പോല അടയാളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 4 സിലിണ്ടർ സെന്നിൻ്റെ എഞ്ചിനെ പറ്റി ചേട്ടൻ അഭിപ്രായം എന്താണ്? ഇതുപോലെ ആൾക്കാർ ഈ വണ്ടി ഇഷ്ടപ്പെടാൻ കാരണം ഒന്നാമത്തെ കാര്യം സെന്നിൻ്റെ എഞ്ചിന് ക്വാളിറ്റിയുള്ള എഞ്ചിനാണ്. എഞ്ചിനാണ്. അതിന് വളരെ സൈലൻ്റ് എഞ്ചിനാണ്, വളരെ സൗണ്ട് കുറവാണ്. 4 സിലിണ്ടർ 1000 cc താഴെ ഉള്ളത് 996 cc ഉള്ളൂ. പിന്നെ അത്ര ഒരു പഴയ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ നല്ല പഴക്കമുണ്ട്. എന്നാൽ പോലും ആ ഒരു കാലഘട്ടത്തിൽ പോലും ഈ എഞ്ചിൻ നമ്മൾ പക്കായിട്ട് പണിത് കഴിഞ്ഞാൽ അത് നിന്നോളും, നമുക്ക് വിശ്വാസമാണ്. കാരണം ഈ എഞ്ചിന് വേറെ കംപ്ലൈൻറ്റുകൾ വേറെ വരിക. നമ്മൾ പണിതിട്ടാൽ അത് കറക്റ്റായിട്ട് എഫക്റ്റ് ചെയ്യും. വേറെ പ്രശ്നമൊന്നുമില്ല. ഇതാണ് നമ്മുടെ കാർബറേറ്ററിൻ്റെ പോർഷനൊക്കെ ആയിരിക്കുന്നത് കേട്ടോ. ഇത് ഇൻലെറ്റ് മാനിഫോൾഡ്. അപ്പോൾ ഇനി എഞ്ചിൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കാണിക്കാം കേട്ടോ. വാട്ടർ പമ്പ് എന്നിട്ട് ഫിൽറ്റർ കാണിച്ച് ബോർഡൊക്കെ മുറ ചെയ്ത് പോവാ. ഹലോ, പിന്നല്ല ഞാൻ വീഡിയോ കോൾ വിളിക്കണം. എൻ്റെ പൊന്നെ, ഞാൻ ആരെയും കാറ്റ് ചെയ്യില്ല. ഞാനിവിടെ വണ്ടിയിൽ എഞ്ചിൻ കയറ്റിക്കൊണ്ടിരിക്കുക. ചാറ്റ് ചെയ്യുക. ഒരു പമ്പ്, വാട്ടർ പമ്പ്.
അപ്പോൾ നമ്മളിതിൻ്റെ എൻജിനൊക്കെ അതേ സെറ്റ് ചെയ്തിട്ട് എല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചില്ലായിരുന്നു എല്ലാം. ഇതുണ്ട് എൻജിൻ ബ്ലോക്ക് ഇവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ എന്നാ ലുക്കാന്ന് നോക്കിയാൽ സെന്നിൻ്റെ എൻജിനാട്ടോ ഇത്. 4 സിലിണ്ടർ എഞ്ചിനാണ്. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് 4 സിലിണ്ടർ എഞ്ചിനാണ്. നമ്മൾ പണിയെല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞ് കോട്ടയത്ത് നിന്ന് എഞ്ചിൻ കൊണ്ടുവന്നാന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ എന്താ ടൈമിങ്ങോ ഷിൻഡോ ചേട്ടനാണ് അത് പറയുന്നത്, എനിക്കറിയില്ല ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ. ചേട്ടാ എങ്ങനെ ടൈമിങ്ങോ? ഇതിപ്പം ഫസ്റ്റ് സിലിണ്ടർ കംപ്രഷൻ അല്ല, ഇതാണ് ഫസ്റ്റ് സിലിണ്ടർ കംപ്രഷൻ വരുമ്പോൾ ഫസ്റ്റ് ടൈമിങ് വരുന്നത്. ഈ ടൈമിങ്ങിൻ്റെ ഇതുണ്ടോ, ഈ പുള്ളി കണ്ടോ, ഈ പുള്ളി ഒരു മാർക്കുണ്ട്. ആ മാർക്ക് ഞാൻ ചെറുതായിട്ട് കയറ്റി കാണിക്കാം. കണ്ടോ ഈ പുള്ളിയുടെ ഇവിടെ ഒരു മാർക്കുണ്ട്. ആ മാർക്ക് കറക്റ്റ് വേറെ ഈ മാർക്ക് കറക്റ്റ് കോയിൻസൈഡ് ചെയ്യേണ്ടത് ഇവിടെയാണ്. ഇതുണ്ടോ ചെറിയൊരു പോയിന്റ് കാണിച്ചിരുന്നുണ്ടോ, ഈ പോയിന്റിൽ കോയിൻസൈഡ് ആണ്. അപ്പോൾ ഈ സിലിണ്ടർ ഫസ്റ്റ് സിലിണ്ടർ ഏറ്റവും ടോപ്പിൽ വരും. അവിടെയാണ് ഫസ്റ്റ് ടൈമിങ്. അതാണ് ഇത് കണ്ടോ ഈ പിസ്റ്റൺ കണ്ടോ, ഇത് ഏറ്റവും ടോപ്പ് ലെവലിലാണ് നിൽക്കുന്നത്. ഇത് ഫസ്റ്റ് സിലിണ്ടർ ടൈമിംഗ് അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇത് ടോപ്പ് ലെവലിലാണ് നിൽക്കുന്നത്. ഈ ടോപ്പ് ലെവലിൽ നിൽക്കുമ്പോൾ ഇതുണ്ടോ സെക്കൻഡ് സിലിണ്ടർ ഉണ്ടോ ഏറ്റവും താഴെ, ഇത് ഏതൊരു ഒരു സിലിണ്ടർ സെക്ഷനിലായിരിക്കും. ഇത്രയും വോളിയം എയർ ആണ് ഇത്രയുമായിട്ട് നമ്മൾ ചുരുക്കിക്കൊണ്ടിരുന്നത് ഈ പിസ്റ്റൺ മുകളിൽ വരുമ്പോൾ. മനസ്സിലായോ? ഇത്രയും എയർ വോളിയം കംപ്രഷനായിട്ട് ഇത് ഈ സിലിണ്ടർ മുകളിലോട്ട് ഈ എയർ നിൽക്കുന്ന മുകളിലോട്ട് ഇങ്ങനെ അടഞ്ഞു നിന്ന് വന്നു കഴിഞ്ഞാൽ ഇത്രയും വോളിയം എയർ എത്ര ആയിട്ട് ചുരുങ്ങും, വോളിയം എത്ര ആയിട്ട് ചുരുങ്ങും എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും. എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഇത് ഇവിടെ ചുരുങ്ങി നിൽക്കുവാണ്. അപ്പം നമ്മൾ ഓർക്കും ഇതിനൊരു ഗ്യാപ്പ് ഇല്ലോന്ന്. ഗ്യാപ്പ് ഉണ്ട്. ഗ്യാപ്പ് എവിടെ നിൽക്കുന്ന അറിയോ, ആ സിലിണ്ടർ ഹെഡിന്റെ വാൽവ് വരുന്നത് ചെറിയൊരു ഓവൽ ഇത്ര കണ്ടുണ്ടോ, ആ സ്പേസിലാണ് ഇത്ര വോളിയം എയർ കംപ്രഷൻ ആകുന്നത്. ആ കംപ്രഷൻ ആകുന്ന സമയത്ത് ജസ്റ്റ് മുമ്പാണ്, ഇപ്പൊ ടൈമിംഗ് നിൽക്കുന്നു, ഈ ടൈമിൽ ഈ ഇവിടെ വരുന്നതിന് ജസ്റ്റ് മുമ്പാണ് സ്പാർക്ക് കൊടുക്കുന്നത്. ഓ ശരി, ജസ്റ്റ് തൊട്ട് മുമ്പ്, അതായത് 1 മില്ലിമീറ്റർ, അതായത് 10 ഡിഗ്രി അഡ്വാൻസ് പറയും. അതായത് ഇത് 10 ഡിഗ്രി പുറകെ വരുമ്പോഴാണ് ഈ സ്പാർക്ക് കൊടുക്കുന്നത്. ആ സ്പാർക്ക് കൊടുക്കുമ്പോൾ മുകളിൽ വന്നിട്ട് ആ പ്രഷറിലാണ് താഴോട്ട് പോകുന്നത്. അപ്പോൾ ഹെഡ് നമുക്ക് കാണിക്കാം. ഓക്കെ, മേരെ പ്യാരെ വിശ്വാസിയോ ദേഖ്യോ എന്ന് പറഞ്ഞു കേട്ടോ. ആ പിസ്റ്റൺ ആ ടോപ്പിൽ വരുന്ന പിസ്റ്റണിന്റെ നേരെ മുകളിലെ സിലിണ്ടറിന്റെ നേരെ മുകളിൽ വരുന്ന പോർഷനാണിത്. ഇതിനിടയ്ക്ക് ഒരു ഇത് ഹെഡ് ഗ്യാസ്കറ്റ് മാത്രമേ ഇതിനിടയ്ക്ക് വരുന്നുള്ളൂ. അത് ഹെഡ് ഗ്യാസ്കറ്റിന് വെരി തിക്നെസ് വളരെ കുറവാണ്. ഈ ഹെഡ് ഗ്യാസ്കറ്റിന്റെ തിക്നെസ്സിനും ഈ പോർഷൻ കണ്ടോ, ഈ കുഴി, ഇതിന്റെ തിക്നെസ്സിനും ഇടയ്ക്ക് വരെ അതിന്റെ കംപ്രഷൻ ചുരുങ്ങി കംപ്രഷനായി നിൽക്കുന്നത്. അപ്പോഴത് സ്പാർക്ക് പ്ലഗ് നിൽക്കുന്നത്. ഈ സ്പാർക്ക് പ്ലഗിൽ സ്പാർക്ക് വരും. ഈ സ്പാർക്ക് വരുന്ന സമയത്ത് ഇത്രയും കംപ്രഷൻ നിൽക്കുന്ന എയർ ഫ്യൂവൽ മിക്സറിനകത്തോട്ട് സ്പാർക്ക് വരുമ്പം ഇത് സ്ഫോടനം ഉണ്ടോ, ബേണിംഗ് ഉണ്ടോ, ഫയറിംഗ് ഉണ്ടോ. ഇത് ബേൺ ചെയ്യുന്ന പവറിലാണ് ഈ പിസ്റ്റൺ താഴേക്ക് പോകുന്നത്. അത്രേ ഉള്ളൂ ഇതിന്റെ എഞ്ചിന്റെ ഒരു പ്രവർത്തനം. ഇത് ഒറ്റ സിലിണ്ടറിനെ മനസ്സിലാക്കിയാൽ മതി. ഇത് എല്ലാ സിലിണ്ടറിനെയും പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമുക്കത് ക്യാച്ച് ചെയ്യാൻ പാട് വരും. ഒരു സിലിണ്ടറിനെ മാത്രം ചിന്തിക്കുക, അപ്പം അത് കറക്റ്റാണ്. ഒരു ബൈക്കിന്റെ സിലിണ്ടർ ആണെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചാൽ മതി. ഹലോ ഗൈസ്, ഇതാണ് ഗ്യാസ്കറ്റ്. അപ്പോൾ നമ്മളിത് എഞ്ചിനൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. എഞ്ചിനെല്ലാം കയറ്റി വെച്ച് സെറ്റാക്കി ഗിയർ ബോക്സ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഹെഡിന് കയറ്റി വയ്ക്കാൻ പോകണം. അപ്പോൾ എഞ്ചിനും ഹെഡിന് ഇടയ്ക്ക് വരുന്ന ഇതാണ് ഗ്യാസ്കറ്റ്. ഈ സാധനമൊക്കെ ഈ ഗ്യാസ്കറ്റ് പോകുമ്പോഴാണ് വണ്ടി പവർ ഹീറ്റ് ആകുന്നതും പ്രശ്നങ്ങളും സ്റ്റാർട്ടിങ് കൂടിയൊക്കെ വരുന്നത്. ഇതാണ് ഗ്യാസ്കറ്റ്. ഇതിപ്പം പൊട്ടിച്ച് എന്നിട്ടിത് ഫിറ്റ് ചെയ്യുവാണ്. രജനി ചൈത്രരജനി നിന്റെ രഹസ്യകാമുകൻ വരുമോ. ഇതാണ് ഇതിൻ്റെ പൊസിഷൻ. ഇപ്പോൾ നമ്മളുണ്ടോ ഈ ഓയിൽ ഹോളില്ലേ, ഓയിൽ ഹോളിൻ്റെ ഉള്ളിൽ കറക്റ്റ് വരാനാണ് ഒരു പ്രശ്നമല്ലേ. ഈ ഹെഡിൻ്റെ എതിരെയാണ് ഈ കോപ്പറിൻ്റെ ഈ സംഭവം ഓയിൽ ജെറ്റ്, ഓയിൽ ഹോളിൻ്റെ ഓയിൽ കയറുന്ന ജെറ്റ്. ഇതാണ് ടോർക്ക് റേഞ്ച്. അപ്പോൾ ഹെഡ് മുറുക്കുവാണ്. ഹെഡ് ആദ്യം ഹെഡിൻ്റെ ബോൾട്ടുകളൊക്കെ വന്ന് പൊള്ളിച്ചിട്ടുണ്ട്. ഈ ടോർക്ക് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൾട്ടിൻ്റെ ടൈറ്റ് എല്ലാം അതേ രീതിക്ക്
ഇപ്പം നമ്മൾ 5 ഇട്ടടിക്കുന്നത്. ടോർക്ക് 5. ടക്ക് ടക്ക് എന്നുള്ള സൗണ്ട് കേൾക്കുന്നത് അത് ടോർക്കാകുന്ന കറക്റ്റ്. ഈ നമ്മൾ ഗിയർ ബോക്സ് മുറുക്കുമ്പോൾ ഈ ഒരു സാധനം ഉപയോഗിക്കുമോ? വേണ്ട വേണ്ട, നമ്മൾ ഹെഡ് മുറുക്കാൻ വേണ്ടി മാത്രമേ. ഹെഡ് മുറുക്കാൻ മാത്രം ഈ ടോർക്ക് ക്രാങ്ക് ബെയറിങ്, കണക്റ്റിനാട് ബെയറിങ്. അപ്പോൾ നമ്മൾ ഗ്യാസ്കറ്റ് മാറണമെങ്കിലും ഈ സാധനം വേണോ? അഴിക്കാൻ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ, കറക്റ്റ് അനുപാതത്തിൽ മുറുക്കുക അല്ലേ? ഇതിപ്പോൾ ഇതിൻ്റെ ഹെഡ് എത്ര ബോൾട്ടാണ് വരുന്നത്? കേട്ടോ, 10 വോൾട്ട്. നമ്മൾ 6 രൂപയാണ് ഫുൾ ടോർക്ക് ഉണ്ട്. നമ്മളിപ്പം 4 ഇട്ടു, 5 ഇട്ടു, ഇനി 6 ഇട്ടിട്ട് 6 ഇരിക്കും. ഇപ്പോൾ ടോർക്ക് 6 അല്ലേ? 6.5ൻ്റെ ടോർക്കാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ക്യാം ഷാഫ്റ്റ് പുള്ളിയാണ്. ഇത് ക്യാം ഷാഫ്റ്റ് പുള്ളിയും താഴത്തെ ക്രാങ്ക് ഷാഫ്റ്റ് പുള്ളിയും കൂടെ ബന്ധിപ്പിച്ചതാണ് ടൈമിംഗ് ബെൽറ്റ് ഇടുന്നു കേട്ടോ. ടൈമിംഗ് ബെൽറ്റ് ഇതാണ്, ഇതല്ല ടൈമിംഗ് ബെൽറ്റ്. നമ്മൾ പ്ലഗ് 4 മേടിച്ചിട്ടുണ്ട്. ഏതായാലും ഇത്രയും കാശ് മുടക്കി ഇതെല്ലാം ചെയ്തപ്പോൾ പ്ലഗ് മേടിച്ചിട്ടുണ്ട്. NGKയുടെ പ്ലഗ്ഗാണ് മേടിച്ചിരിക്കുന്നത്. NGKയുടെ പ്ലഗ് നല്ല ലാസ്റ്റിക് ഉണ്ട്. അത് മാനിഫോൾഡ് പാക്കിംഗ് ആണ് ഇപ്പം വെക്കുന്നത്. മാനിഫോൾഡ് പാക്കിങ് നമ്മുടെ സൈലൻസറിൻ്റെ ഔട്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ എൻജിൻ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. മൊത്തം കംപ്ലീറ്റ് വർക്കും ചെയ്തിട്ട് നമ്മളിപ്പം ഒരു കുറച്ച് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ഒരു 100-150 കിലോമീറ്ററോളം നമ്മളിപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ഓടിച്ചിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങളിപ്പം ഇടുക്കി ആ ഭാഗത്തൂടെയൊക്കെ പോയിട്ട് വന്നതാണ്. കയറ്റം കയറുമ്പോൾ എന്തെങ്കിലും ഓവർ ഹീറ്റിങ്ങോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടോ എന്നറിയാൻ വേണ്ടി എല്ലാം നോക്കിയിട്ട് വന്നതാണ്. പക്ഷേ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പം ഇത്ര പഴയ വാഹനങ്ങളുള്ളവരൊക്കെ ഈ റീടെസ്റ്റ് വരികയും അതുപോലെ തന്നെ വണ്ടിക്ക് എന്തെങ്കിലും പണികളൊക്കെ വരികയാണെങ്കിൽ മിക്കവാറും കാണുന്ന ഒരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കിട്ടുന്ന വിലയ്ക്ക് വണ്ടിയും മാർക്കറ്റ് പ്ലേസിൽ അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ ഈ സെക്കൻഡ് സെയിൽ വിൽക്കുന്നിടത്ത് ഒക്കെ വണ്ടി കൊടുത്തിട്ട് തലയൂരി എന്നിട്ട് പോയി പുതിയ വണ്ടികളൊക്കെ എടുക്കും. പുതിയ വണ്ടികളൊക്കെ എടുക്കുന്നത് പറഞ്ഞാൽ കുഴപ്പമില്ല, നല്ല കാര്യം തന്നെ. ഓരോ മനുഷ്യർക്ക് ഓരോ ആഗ്രഹങ്ങളില്ലേ. അപ്പം നമുക്ക് കയ്യിലുള്ള വണ്ടി നല്ല വണ്ടിയാണെങ്കിൽ നമുക്ക് പണിയെടുക്കാൻ. മാരുതിയുടെ വണ്ടികളൊക്കെ പ്രത്യേകിച്ച് നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണല്ല, നമുക്ക് പണിയെടുക്കാനുള്ള കേസ് കിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ നല്ല പഴയതിൽ ഒരുപാട് വ്യത്യാസമായി. നല്ല വണ്ടിക്ക് നല്ല പവർ വലിയൊക്കെ കൂടിയിട്ടുണ്ട്. ഞാൻ സത്യത്തിൽ നല്ല ഹാപ്പിയാണ്. എന്നുവെച്ചാൽ വണ്ടി നേരത്തെ സെക്കൻഡ് ഗിയറെ പോലും കയറാത്ത കയറ്റമൊക്കെ ഇപ്പോൾ തേർഡ് ഗിയറെ പാട്ടും പാടി കയറി പോവാണ് വണ്ടി. അത്ര ഒരു വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ സിലിണ്ടറും പിസ്റ്റണൊക്കെ മാറി ചെയ്തപ്പോഴത്തേക്കും നല്ല ഇതാണ്. ഞാൻ മുന്നേ ഒരു തീരുമാനം എടുത്തായിരുന്നു വണ്ടി കൊടുത്താലെന്നൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷേ ഇത്രയും രൂപ മുടക്കി അത്യാവശ്യം കുറച്ച് പൈസ ആയിട്ടുണ്ട്. എങ്കിലും നമുക്കതൊന്നും നഷ്ടമൊന്നുമില്ല. വണ്ടി ഇപ്പോൾ ഒരു മുതലായിട്ട് നമുക്കുണ്ട്. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങളെങ്ങനെ പഴയ വണ്ടികളൊക്കെ ഉള്ളവർക്കും ഒക്കെ ഉപകാരപ്പെടും എന്ന് കരുതുന്നു. പിന്നെ വണ്ടി ഡ്രൈവിംഗ് പഠിക്കുന്നവർക്കൊക്കെ ആദ്യം ഈ എൻജിൻ്റെ കാര്യങ്ങളൊക്കെ അറിയത്തില്ലാത്തവർക്കൊക്കെ ഇതൊക്കെ ഒരു പാഠമല്ലേ. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളെ ലോറിക്കാരനുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.